ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 അവസാന ഭാഗത്തുണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളുമാണ്. മാത്രമല്ല 2023 നടന്നിട്ടുള്ള കുറച്ച് അപ്പോയിന്റ്മെന്റ്സും അനൗൺസ്മെന്റ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയാലോ. ഓക്കെ, 2023 51ാമത് ഇന്റർനാഷണൽ എമ്മി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരം ആരാണ്? 2023 51ാമത് ഇന്റർനാഷണൽ എമ്മി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരം ആരാണ്? അദ്ദേഹത്തിന്റെ പേര് വീർദാസ് എന്നാണ്. ഒരു കോമഡി വിഭാഗത്തിൽ എമ്മി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? വീർദാസ്. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ പരമ്പര അല്ലെങ്കിൽ സീരീസ്? എന്താണ്? വീർദാസ് ലാൻഡിംഗ് എന്ന പരമ്പരയ്ക്കാണ് കോമഡി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്താണ്? വീർദാസ് ലാൻഡിംഗ് എന്നിട്ടുള്ള കോമഡി പരമ്പരയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കോമഡി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക. ആദ്യത്തെ ഇന്ത്യൻ താരമാണ് വീർദാസ്. എന്താ പറഞ്ഞ? കോമഡി വിഭാഗത്തിൽ എമ്മി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? വീർദാസ്. അടുത്ത ചോദ്യം, തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി വത്സലയാണ്. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയാണ്. 2023 നവംബർ 21 അവർ മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം PSC നടന്നൊരു എക്സാമിന് ചോദിച്ചിരുന്നു പി വത്സലയുടെ ആത്മകഥ എന്താന്ന് ചോദിച്ചിരുന്നു. എന്താണ് ആത്മകഥ? കിളിക്കാലമാണ്. അവരുടെ ആദ്യത്തെ നോവൽ എന്താണ്? നെല്ലാണ് ആദ്യത്തെ നോവല്. ഇനി എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, കൂമംകൊല്ലി തുടങ്ങിയവ ആരുടെ കൃതികളാ? പി വത്സലയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് കേട്ടോ. മാത്രമല്ല 2021 പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. മാത്രമല്ല അവർ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയും വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പി വത്സലയുമായിട്ട് ഓർത്തു വയ്ക്കാം. ഇനി മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 100 ഡേയ്സ് കർമ്മ പരിപാടി നടക്കുന്ന ബാങ്ക് ഏതാണ്? അത് കേരള ബാങ്ക് ആണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ മലയാളി. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? മിന്നുമണിയാണ് കേട്ടോ. മിന്നുമണിയുടെ ജന്മദേശം അല്ലെങ്കിൽ നാട് എവിടെയാണ്? വയനാട് മാനന്തവാടി സ്വദേശിയാണ് ആര്? മിന്നുമണി. ഓക്കെ, ഇംഗ്ലണ്ടിനെതിരെയുള്ള വനിതാ 2020 ടീമിനെയാണ് ആര് നയിച്ചിട്ടുണ്ടായിരുന്നത്? മിന്നുമണി നയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. ഇനി ഒരു സൈനിക അഭ്യാസത്തിന്റെ പേരാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്തു വയ്ക്കുക. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഓസ്ട്ര ഹിന്ദ് എന്നായിരുന്നു. ഇനി നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത്? നീതിപാതയിലെ ധീരവനിത. ഓക്കെ, ഇനി നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? അത് പ്രിയ രവീന്ദ്രനാണ്. ആരാണ്? പ്രിയ രവീന്ദ്രനാണ്. ഇനി KT അഷ്റഫ് രചിച്ച ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമുണ്ട്. KT അഷ്റഫ് രചിച്ചിട്ടുള്ള ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമുണ്ട്. അതിന്റെ പേരെന്താ? നീതിയുടെ ധീരസഞ്ചാരം. എന്താണ്? നീതിയുടെ ധീരസഞ്ചാരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതും ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. KT അഷ്റഫ് ആണ് രചിച്ചത്. എന്താണത്? ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ്. രണ്ടും തമ്മിൽ മാറിപ്പോവല്ലേ. നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത് പ്രിയ രവീന്ദ്രനാണെങ്കിൽ നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് KT അഷ്റഫ് ആണ്. ഇനി 2023 നവംബർ 23 ആര് അന്തരിച്ചത്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി അന്തരിച്ചത്. 2023 നവംബർ 23 അവർ അന്തരിക്കുന്നത് കേട്ടോ. 2023 കേരള പ്രഭ പുരസ്കാര ജേതാവ് കൂടിയാണ് ആര്? ഫാത്തിമ ബീവി. 2023 കേരള പ്രഭ പുരസ്കാര ജേതാവും സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയുമായിരുന്നു ആര്? ഫാത്തിമ ബീവി എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാം. ഇനി 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രമായ ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ആട്ടം. 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആട്ടമാണ്. ആട്ടം സിനിമ സംവിധാനം ചെയ്തതാരാ? ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ. ഓക്കെ, അടുത്തത് 2023 ബുക്കർ പുരസ്കാരം നേടിയതാരാണ്? 2023 ബുക്കർ പുരസ്കാരം അല്ലെങ്കിൽ ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ചാണ്. ദ പ്രൊഫറ്റ് സോങ് എന്ന നോവലിന്റെ രചനയ്ക്കാണ് പോൾ ലിഞ്ചിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. എന്താണ്? ദ പ്രൊഫറ്റ് സോങ്. ഇനി എന്താണ് പ്രൊഫറ്റ് സോങ്?
സമഗ്രാധിപത്യത്തിലേക്കും യുദ്ധത്തിലേക്കും നിലം പതിച്ചിട്ടുള്ള അയർലൻഡിന്റെ ജീവിത കഥയാണ് പ്രൊഫറ്റ് സോങ്. എന്താണ്? സമഗ്രാധിപത്യത്തിലേക്കും യുദ്ധത്തിലേക്കും നിലം പതിച്ച അയർലൻഡിലെ ജീവിത കഥയാണെന്ത്? പ്രൊഫറ്റ് സോങ്. ഇദ്ദേഹം ഒരു ഐറിഷ് സാഹിത്യകാരനും കൂടിയാണ്. ആര്? പോൾ ലിഞ്ച്. അദ്ദേഹം ഒരു ഐറിഷ് സാഹിത്യകാരനും കൂടിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 2023 നവംബറിൽ ഇന്ത്യ പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ്? പ്രളയ് എന്നാണ്. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് പ്രളയ് എന്നാണ്. ഇത് വികസിപ്പിച്ചത് DRDO ആണ്. ഇനി എത്രയാണ് ഇതിന്റെ പരിധി? 350 മുതൽ 500 കിലോമീറ്റർ വരെയാണ് പ്രളയ് എന്ന മിസൈലിന്റെ ദൂരപരിധി. ഓക്കെ, അടുത്തത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആകാശവാണിയുടെ ആദ്യ വനിതാ സംഗീത സംവിധായിക. എന്താ പറഞ്ഞ്? ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആകാശവാണിയുടെ ആദ്യ വനിതാ സംഗീത സംവിധായിക R സുബ്ബലക്ഷ്മിയാണ്. ആരാണ്? R സുബ്ബലക്ഷ്മിയാണ്. ചലച്ചിത്ര താരവും നർത്തകിയുമായിട്ടുള്ള താര കല്യാണിന്റെ അമ്മയാണ് ആര്? R സുബ്ബലക്ഷ്മി. ഇവർ ഏതൊക്കെ രീതിയിൽ പ്രശസ്തിയുള്ളവരാണ്? സംഗീതജ്ഞയാണ്, നടിയാണ്, നർത്തകിയാണ് എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? R സുബ്ബലക്ഷ്മി. ഇവർ ചെയ്തൊരു പടമുണ്ട്, ഏതാ? നന്ദനം. അതായത് രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് R സുബ്ബലക്ഷ്മി ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയായത്. ഓക്കെ, ഇനി അടുത്തത് 2023 മാർച്ചിൽ അന്തരിച്ച സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ്? AM അഹമ്മദിയാണ്. 2023 മാർച്ചിൽ അവർ അന്തരിച്ചു. ആര്? സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന AM അഹമ്മദി. ഇദ്ദേഹം 26ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്ത്യയുടെ 26ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആര്? AM അഹമ്മദി. അടുത്ത ചോദ്യം നോക്കാം. മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? അത് M ശ്രീശങ്കറിനാണ്. നമ്മുടെ പാലക്കാടുകാരനായിട്ടുള്ള M ശ്രീശങ്കറിനാണ് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം 2023 ലഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള ലോങ് ജമ്പ് താരമാണ് ആര്? M ശ്രീശങ്കർ. ഓക്കെ, M ശ്രീശങ്കർ. 2023 GV രാജ പുരസ്കാരം ആർക്ക് തന്നെയാ? ജിമ്മി ജോർജ് പുരസ്കാരവും അതുപോലെ GV രാജ പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് M ശ്രീശങ്കറിന് തന്നെയാണ്. 2023 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരവും 2023 GV രാജ പുരസ്കാരവും ആർക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്? M ശ്രീശങ്കറിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ 2 പ്രൈസ് ആണ് പറയുന്നത്. 2022 കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയിരുന്നു. 2022 2 മത്സരങ്ങൾ, ഒന്ന് കോമൺവെൽത്തും ഒന്ന് ഏഷ്യൻ ഗെയിംസും. രണ്ടിലും എന്താണ് ലഭിച്ചത്? ശ്രീശങ്കറിന് വെള്ളി മെഡൽ നേടി. ഇനി 2023 നടന്നൊരു വേറെ മത്സരം ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ 2022 2 മത്സരം നടന്നു, കോമൺവെൽത്ത് ഗെയിംസും ഏഷ്യൻ ഗെയിംസിലും. അതിൽ വെള്ളി മെഡൽ നേടി. ഇനി 2023 നടന്ന മത്സരം എന്തായിരുന്നു? ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിലും വെള്ളി മെഡലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നേടിയിട്ടുള്ളത്. അടുത്തത് സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള DRDOയുടെ വിദൂര നിയന്ത്രിത റോബോട്ടിക് വാഹനത്തിന്റെ പേരെന്താണ്? അത് ദക്ഷ് എന്നാണ്. രക്ഷിക്കാനായിട്ട് ഏത് വാഹനം യൂസ് ചെയ്ത്? ദക്ഷ്. രക്ഷിക്കാൻ ദക്ഷ്. ആരുടെ വാഹനം? DRDOയുടെ. സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള DRDOയുടെ വിദൂര നിയന്ത്രിത റോബോട്ടിക് വാഹനമാണെന്ത്? ദക്ഷ്. ഓക്കെ, ഇനി ഉത്തരകാശിയിലെ സീൽക്കാര തുരങ്കത്തിൽ അകപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ സുരംഗ്. എവിടെയാണ്? ഉത്തരകാശിയിലായിരുന്നു. അവിടുത്തെ സീൽക്കാര തുരങ്കത്തിൽ അകപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ സുരംഗ് എന്നാണ്. ഓപ്പറേഷൻ സുരംഗ്. അടുത്തിടെ അംഗീകാരം ലഭിച്ച പ്രകാശം വഴി ഡാറ്റ കൈമാറുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഇത് ചോദിക്കും കേട്ടോ. അടുത്തിടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള പ്രകാശം വഴി ഡാറ്റ കൈമാറുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? അത് ലൈഫൈ എന്നാണ്. എന്താണ്? ലൈഫൈ. ഓക്കെ, ഈ ലൈഫൈ ചോദിക്കും, അത് ഓർത്തു വെച്ചേക്കാം. അടുത്തത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 2022-23 വർഷത്തെ പുരസ്കാരം ലഭിച്ച മികച്ച പുരുഷ താരം ലാലിയൻ സുവാല ചാങ്തെ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 2022-23 വർഷത്തെ പുരസ്കാരം ലഭിച്ച മികച്ച പുരുഷ താരം ലാലിയൻ സുവാല ചാങ്തെയാണ്. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? അത് ഇന്ത്യയാണ്. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാന്നാ പറഞ്ഞത്? ഇന്ത്യയാണ്. ഇന്ത്യ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യ കുവൈത്തിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അതായത് ഇത് ഇന്ത്യയുടെ 9ാമത്തെ കിരീടമാണ്. 2023 നടന്നിട്ടുള്ള സാഫ് ഫുട്ബോളിൽ ഇന്ത്യ എത്രാമത്തെ കിരീടമായിരുന്നു? ഇന്ത്യയുടെ 9ാമത്തെ കിരീടമാണ്. ഇനി
ചാമ്പ്യൻഷിപ്പിലെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ ഛേത്രിയാണ്. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ ഛേത്രിയാണ്. അതുപോലെ 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫ്ലെയർ പ്ലേ അവാർഡ് നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ്. ഫ്ലെയർ പ്ലേ ടീം അവാർഡ് നേടിയത് നേപ്പാളാണ്. ഇനി ഇത് എവിടെ വെച്ച് നടന്നത്? സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വേദി എവിടെയായിരുന്നു? അത് ഇന്ത്യയിലായിരുന്നു. അതായത് ശ്രീകണ്ഠീവര സ്റ്റേഡിയത്തായിരുന്നു. എവിടെയാണ്? ശ്രീകണ്ഠീവര സ്റ്റേഡിയം, ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2023 ലോക മണ്ണ് ദിന പ്രമേയം എന്താണ്? ലോക മണ്ണ് ദിനം നമ്മൾ എന്നാ ആചരിക്കുന്നത്? ഡിസംബർ 5-നാണ് നമ്മൾ ആചരിക്കുക. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് 2023 ലോക മണ്ണ് ദിന പ്രമേയം. ഡിസംബർ 5-നാണ് ആചരിക്കുക. പ്രമേയം എന്തായിരുന്നു? സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് പ്രമേയം. അടുത്തത്, ഡോക്ടർ എം കുഞ്ഞാമൻ എഴുതിയിട്ടുള്ള ആത്മകഥ എന്താണ്? ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയുടെ പേരെന്താണ്? എതിരെന്നാണ്. അദ്ദേഹം ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി. 2023 ഡിസംബർ 3 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്നു ആര്? ഡോക്ടർ എം കുഞ്ഞാമൻ. 2023 ഡിസംബറിന് അദ്ദേഹം മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? എതിര്. 2021 എതിരെന്ന കൃതിക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം നിരസിച്ചു. 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു, പക്ഷെ അത് നിരസിക്കുകയുണ്ടായി. അപ്പോൾ ഈ എതിര് എന്ന കൃതി രചിച്ചത് ആരാണ്? ഡോക്ടർ എം കുഞ്ഞാമനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്താണ് ആ കൃതിയുടെ പ്രത്യേകത? 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് എതിരിന് ലഭിച്ചു. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൈഫൈ ത്രില്ലർ സീരീസ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൈഫൈ ത്രില്ലർ സീരീസ് ഏതാണ്? ഉത്തരം ദ ജംഗബുരു കേഴ്സ്. എന്താണ്? ദ ജംഗബുരു കേഴ്സ്. എന്താണ് ഈ ക്ലൈഫൈ ത്രില്ലർ സീരീസ് എന്ന് പറഞ്ഞാൽ? അത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാസാഹിത്യത്തിനാണ് നമ്മൾ ക്ലൈഫൈ എന്ന് പറയുക. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കഥാസാഹിത്യമാണ് എന്ത്? ക്ലൈഫൈ. അപ്പം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കഥാസാഹിത്യമാണ് ക്ലൈഫൈ. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൈഫൈ ത്രില്ലർ സീരീസ് ഏതാണ്? ദ ജംഗബുരു കേഴ്സ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്തു വെച്ചാൽ മതി. ജമ്മു കാശ്മീർ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 നമ്മൾ ഒഴിവാക്കിയല്ലോ. ഓക്കെ, ആ ഒഴിവാക്കിയത് സുപ്രീം കോടതി ശരിവെച്ചു. ആ ശരിവെച്ച് ഉത്തരവിറക്കിയ ഡേറ്റ് ഏതാണ്? 2023 ഡിസംബർ 11-നാണ്. എന്താണ് പറഞ്ഞത് നമ്മൾ? 2023 ഡിസംബർ 11-ന് സുപ്രീം കോടതി നമ്മൾ തീരുമാനിച്ചൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. എന്ത്? ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ശരിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഡേറ്റ് ആണെന്ത്? 2023 ഡിസംബർ 11. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. ആരാണ്? DY ചന്ദ്രചൂഡ്. ഏത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ബെഞ്ചിന്റെ ഉത്തരവായിരുന്നു ഇത്. 2019 ഓഗസ്റ്റ് 5-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക അംഗീകാരം നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് എന്നായിരുന്നു? അത് 2019 ഓഗസ്റ്റ് 5-ന് റദ്ദാക്കി. ആ ഓഗസ്റ്റ് 5-ന് റദ്ദാക്കിയിട്ടുള്ള ആ കാര്യം കറക്റ്റ് ആണെന്ന് 2023 ഡിസംബർ 11-ന് ആര് ശരിവെച്ചു? സുപ്രീം കോടതി ശരിവെച്ചു. രാജ്യത്തിന്റെ ഭരണഘടന പൂർണ്ണമായി തന്നെ ജമ്മു കാശ്മീരിന് ബാധകമാണെന്നും ജമ്മു കാശ്മീരിലെ ഭരണഘടന അസാധുവായെന്നും കോടതി ഇതിലൂടെ എന്ത് ചെയ്തു? വ്യക്തമാക്കി. 2023 33ാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതിക്കാണ്. 2023 33ാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പുഷ്പഭാരതിക്കാണ്. ഏത് ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം? യാദേൻ യാദേൻ ഓർ യാദേൻ എന്ന ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വ്യാസ സമ്മാൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? KK ബിർള ഫൗണ്ടേഷൻ ആണ് വ്യാസ സമ്മാൻ പുരസ്കാരം നൽകുന്നത്. ഇനി 2022 32ാമത്തെ വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആരായിരുന്നു? ഡോക്ടർ ഗ്യാൻ ചതുർവേദി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതി എന്തായിരുന്നു? പാഗൽഗാന. അപ്പോൾ 2023 ലഭിച്ചിട്ടുള്ളത് 33ാമത്തെ വ്യാസ സമ്മാനമാണ്. ലഭിച്ചിട്ടുള്ളത് പുഷ്പഭാരതിക്കാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താ? യാദേൻ യാദേൻ ഓർ യാദേൻ എന്നുള്ളതാണ് എന്ത്? അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേര്. ഇനി രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ഭജൻലാൽ ശർമ്മ. രാജാവിനെ കാണുമ്പോൾ നമ്മൾ ഭജിക്കും അല്ലേ? ഓക്കെ, രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ഭജൻലാൽ ശർമ്മ എന്നും ഓർത്തു വെക്കാം.
2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത ചോദ്യം, 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയിലായിരുന്നു. പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസിന്റെ വേദിയും ന്യൂഡൽഹിയിൽ തന്നെയായിരുന്നു. രണ്ട് കാര്യം പറഞ്ഞു. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസിന്റെ വേദിയും ന്യൂഡൽഹി തന്നെ. 2024 ജനുവരിയിൽ നടന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാ? അത് കേരളമാണ്, മറക്കല്ലേ. 2024 ജനുവരിയിലാണ് നടന്നത്. എന്താ നടന്നത്? രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി കേരളമാണ്. ഇനി 2023 കൊൽക്കത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ചിൽഡ്രൻ ഓഫ് നോബഡി എന്ന ചിത്രമാണ്. 2023 കൊൽക്കത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രം ചിൽഡ്രൻ ഓഫ് നോബഡി. ഇനി കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ലൂല ഡി സിൽവ ആരായിരുന്നു? ആരാണ് ലൂല ഡി സിൽവ? ലൂല ഡി സിൽവ ആരാണ്? ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ആണ്. ആരാണ്? ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ആര്? ലൂല ഡി സിൽവ. ലൂല ഡി സിൽവ. അടുത്തത് സജി ചെറിയാനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ നോട്ടാണ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതാരാണ്? സജി ചെറിയാനാണ്. തുടർന്ന് ഇദ്ദേഹം രാജിവെച്ചിരുന്നു. എന്നാൽ ജനുവരി 4 അദ്ദേഹം വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ? ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? സജി ചെറിയാൻ. അദ്ദേഹം ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയിരുന്നു, തുടർന്ന് രാജിവെച്ചു. ശേഷം ജനുവരി 4 വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. 3 വകുപ്പുകളാണ്. ഒന്ന് ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം. അടുത്തത് കെ വി തോമസ് ആരാണ് കെ വി തോമസ്? സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ട് പ്രത്യേക ക്യാബിനറ്റ് പദവിയോടുകൂടി നിയമിച്ച ആരെയാണ്? കെ വി തോമസ് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി ആരാണ്? സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായിട്ട് 2023 നിയമിച്ചതാണ് കേട്ടോ. ഓക്കെ, പ്രത്യേക ക്യാബിനറ്റ് പദവിയും കൂടി കൊടുത്ത ആളാണ് ആര്? കെ വി തോമസ്. ഇനി നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? പുതിയ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. മുഹമ്മദ് ഷഹബുദ്ദീൻ ചുപ്പു ബംഗ്ലാദേശിന്റെ പ്രസിഡന്റാണ്. മുഹമ്മദ് ഷഹബുദ്ദീൻ ചുപ്പു ബംഗ്ലാദേശിന്റെ പ്രസിഡന്റാണ്. നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാനൊക്കെ ഉള്ള ആളാണ് ആര്? മുഹമ്മദ് ഷഹബുദ്ദീൻ ചുപ്പു എന്ന് ആലോചിക്കാം. ഇനി ലീ ചിയാങ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. ലീ ചിയാങ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് എന്താണ്? ലീ ചിയാങ് ആണ്. ഇനി നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലാണ്. ആരാണ്? നേപ്പാളിന്റെ പുതിയ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലാണ്. മേഘാലയയിലെ CM കോൺറാഡ് സാങ്മ. മേഘാലയ CM കോൺറാഡ് സാഗ്മ. നാഗാലാൻഡിന്റെ CM നെയ്ഫൂറിയോ. ത്രിപുര CM മാണിക് സാഹ. മേഘാലയയാണെങ്കിൽ കോൺറാഡ് സാഗ്മ, നാഗാലാൻഡിന്റെ CM നെയ്ഫൂറിയോ, ത്രിപുരയുടെ CM മാണിക് സാഹ. ഇനി ആരാണ് ജിയാനി ഇൻഫെന്റിനോ? അദ്ദേഹം ഫിഫയുടെ പ്രസിഡന്റാണ്. ആരാണ്? ജിയാനി ഇൻഫെന്റിനോ ആരാണ്? ഫിഫ പ്രസിഡന്റാണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? മാധവ് കൗശിക് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് ആണ്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആരാണ്? പ്രൊഫസർ കുമുദ് ശർമ്മയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കുമുദ് ശർമ്മ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായിട്ട് ഏത് രാജ്യമാണ് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായിട്ട് ഇന്ത്യയാണ് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന കാര്യം ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഇനി ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അംഗീകൃത റഫറിംഗ് പാനലിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വനിതാ റഫറി ആയിട്ടുള്ള ജയശ്രീ നായർ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആരാണ്? ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അംഗീകൃത റഫറിംഗ് പാനലിൽ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ റഫറി ജയശ്രീ നായർ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ ജയശ്രീ നായർ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ വനിതാ റഫറി ആയിട്ടാണ് ആ പാനലിലേക്ക് ആര് തിരഞ്ഞെടുക്കപ്പെട്ടത്? ജയശ്രീ നായർ. ഓക്കെ. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനായിട്ട് M ഷാജർ ചുമതലയേറ്റു. ചിന്ത ജെറോമിന്റെ സ്ഥാനത്തിലേക്കാണ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാ തിരഞ്ഞെടുക്കപ്പെട്ടെ? M ഷാജർ തിരഞ്ഞെടുക്കപ്പെട്ടു. യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും 14 കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവായിട്ട് ചാൾസ് മൂന്നാമൻ കിരീടമണിഞ്ഞു. യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും 14 കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവായിട്ട് ചാൾസ് മൂന്നാമൻ കിരീടമണിഞ്ഞു. CBI ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? പ്രവീൺ സൂദാണ് CBI ഡയറക്ടറായിട്ട് നിലവിൽ വന്നത്. ഇനി ലോകബാങ്ക് പ്രസിഡന്റായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ വന്നിട്ടുണ്ട്. പേര് നമുക്കറിയാം, അജയ് ബാങ്കയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാത്സവയായിട്ട് ചാർജ് എടുത്തു. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് ഇപ്പോൾ? പ്രവീൺ കുമാർ ശ്രീവാത്സവ. കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. അടുത്ത 2 പൊസിഷൻ നോക്കാം. SV ഭട്ടി ആരാണ്? അതുപോലെ തന്നെ ദർവേഷ് സാഹിബ് ആരാണ്? SV ഭട്ടി ആരാണെന്ന് നോക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സാരസ വെങ്കിട്ടനാരായണ ഭട്ടി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി. അദ്ദേഹം
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഓർത്ത് വയ്ക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന SB ഭട്ട് ഇപ്പൊ ആരാണ്, സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് നിയമിതനായി. അപ്പൊ ആരാണ് ദർവേഷ് സാഹിബ്? സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായിട്ട് ഡോക്ടർ S ദർവേഷ് സാഹിബ് സ്ഥാനമേറ്റു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ആരാണ്? ദർവേഷ് സാഹിബാണ്. അടുത്തത് വീണ്ടും പോസ്റ്റിംഗിനാണ് ഡോക്ടർ വി വേണു. ആരാണ് ഡോക്ടർ വി വേണു? കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി വേണു. VP ജോയുടെ സ്ഥാനത്തിലേക്കാണ് ഡോക്ടർ വി വേണു. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി വേണു ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി രവി സിൻഹ ആരാണ്? നമ്മൾ അത്രയധികം കേട്ടിട്ടുള്ള പേരല്ല രവി സിൻഹ, അതുകൊണ്ട് തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഓർത്തു വയ്ക്കാം. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവിയായിട്ട് രവി സിൻഹ ചുമതലയേറ്റു. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവിയാണ് ആര്? രവി സിൻഹ. അപ്പോൾ ഷമീന സിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ആ പേരിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഷമീന സിംഗ്, അതായത് രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനുള്ള പ്രമുഖരുടെ സമിതിയിൽ ഇന്ത്യൻ വംശജയായിട്ടുള്ള ഷമീന സിംഗിനെ ആരാ നിയമിക്കുന്നത്? US പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ നിയമിച്ചു. ശ്രദ്ധിക്കണേ, ഷമീന സിംഗ് എന്നുള്ള വ്യക്തി ആരാണ്? രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായിട്ടുള്ള പ്രമുഖരുടെ സമിതിയിൽ ഇന്ത്യൻ വംശജയായിട്ടുള്ള ഷമീന സിംഗിനെ US പ്രസിഡന്റ് ജോ ബൈഡൻ നിയമിക്കുകയുണ്ടായി. ഇനി ജസ്റ്റിസ് ആശിഷ് ദേശായി. ആരാണ് ആശിഷ് ദേശായി? കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ജസ്റ്റിസ് ആശിഷ് ദേശായി. അത് ഓർത്തു വയ്ക്കട്ടോ. SB ഭട്ടിക്ക് പിൻഗാമിയായിട്ടാണ് ആര് വന്നിട്ടുള്ളത്? ജസ്റ്റിസ് ആശിഷ് ദേശായി. ഡോക്ടർ VP ജോയ് ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ എന്താണ്? കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡിന്റെ ചെയർമാനാണ്. കേരള പബ്ലിക് എന്റർപ്രൈസ് ബോർഡിന്റെ ചെയർമാനാണ് ആര്? ഡോക്ടർ VP ജോയ്. അടുത്തത് മനീഷ് വി ദേശായി. ആരാണ് മനീഷ് വി ദേശായി? മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മനീഷ് വി ദേശായിയെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ടും കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ വക്താവായിട്ടും നിയമിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറും കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ വക്താവുമായിട്ടും ആരെ നിയമിച്ചേ? മനീഷ് വി ദേശായിയാണ് നിയമിച്ചത്. ഇനി സച്ചിൻ തെണ്ടുൽക്കറെ പറ്റിയിട്ടാണ്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായിട്ട് സച്ചിൻ തെണ്ടുൽക്കർ ചുമതലയേറ്റു. എല്ലാ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കാനുള്ള കമ്മീഷന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ 3 വർഷം സച്ചിൻ പങ്കാളിയാവും. ശ്രദ്ധിക്കുക, സച്ചിൻ തെണ്ടുൽക്കർ ആണ് എന്ത്? ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കൺ. ഓക്കെ, ഇനി ജയ വർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ജയ വർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ അധ്യക്ഷൻ ജയ വർമ്മ സിൻഹയാണ്. സഞ്ജയ് കുമാർ അഗർവാൾ. ആരാണ് സഞ്ജയ് കുമാർ അഗർവാൾ? പേപ്പർ കേൾക്കുമ്പോൾ തന്നെ ഒരു എടുപ്പുണ്ടല്ലേ. കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ പുതിയ ചെയർമാനാണ് ആര്? സഞ്ജയ് കുമാർ അഗർവാൾ. കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ പുതിയ ചെയർമാനാണ് ആര്? സഞ്ജയ് കുമാർ അഗർവാൾ. ശേഷം അഭിലാഷ് ടോമിയിലേക്ക് വരാം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി മലയാളി നാവികൻ കമാൻഡറായിട്ടുള്ള അഭിലാഷ് ടോമിയെ നിയമിച്ചു. എന്ത്? അഭിലാഷ് ടോമിനെ എന്തായിട്ട് നിയമിച്ചിട്ടുള്ളത്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ നിയമിച്ചു. ഇനി മാധവൻ ആരാണ്? ഇപ്പോൾ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനുമായിട്ട് നടനും സംവിധായകനുമായിട്ടുള്ള മാധവനെ നിയമിച്ചു. അടുത്തത് അരിന്ദം ബാഗ്ചി. നമുക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആളായിരുന്നു അരിന്ദം ബാഗ്ചി. വിദേശകാര്യ വക്താവും വിദേശകാര്യ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയുമായിരുന്ന അരിന്ദം ബാഗ്ചിയെ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിച്ചു. ജനീവയിലെ മറ്റു രാജ്യാന്തര സംഘടനകളിലും ബാഗ്ചി പ്രതിനിധി. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ഘടകമായിട്ടുള്ള ജനീവ സ്ഥിരം പ്രതിനിധിയാണ് ആര്? അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ഘടകം ജനീവ സ്ഥിരം പ്രതിനിധിയാണ് ആര്? അരിന്ദം ബാഗ്ചി. അടുത്തത് ഇനി കുറച്ച് കലാനിയമനങ്ങളാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് പ്രൊഫസർ B അനന്തകൃഷ്ണനെയും, എന്താ പറഞ്ഞത്? കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ VC വൈസ് ചാൻസലറായിട്ട് ആരെ നിയമിച്ചേ? പ്രൊഫസർ B അനന്തകൃഷ്ണനെയും ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഭരതനാട്യ നർത്തകി ഡോക്ടർ രാജശ്രീ വാര്യരെയും നിയമിച്ചു. നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, ഡോക്ടർ രാജശ്രീ വാര്യർ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അവർ ഭരതനാട്യ നർത്തകിയാണ്. കൂടാതെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുത്തതും ആര് തന്നെയാണ്? ഡോക്ടർ രാജശ്രീ വാര്യരെയാണ്. ഇനി ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ഹീരാലാൽ സമരിയ നവംബർ 6 ചുമതലയേറ്റു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അപ്പോൾ ഇന്ത്യയുടെ ഹീരാലാൽ സമരിയയാണ്.
അടുത്തത് തെലങ്കാന കേഡർ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള സമരിയ ദളിത് വിഭാഗത്തിൽ നിന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ്. അടുത്തത് സുരേഷ് ഗോപിയിലേക്ക് വരാം. കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനും ഗവേണിംഗ് കൗൺസിൽ ചെയർമാനും നടനും മുൻ രാജ്യസഭാംഗവുമായിട്ടുള്ള സുരേഷ് ഗോപി നവംബർ 6 ചുമതലയേറ്റിരുന്നു. 3 വർഷമാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി. ഇനിയിപ്പോൾ മാറുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഇത് എടുക്കുമ്പോഴും സൈറ്റിൽ നോക്കിയിരുന്നു. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനും ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ. ഓക്കെ, അടുത്തത് വിശാഖപട്ടണത്തിനെ പറ്റിയിട്ടൊരു കാര്യമാണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയിൽ നിന്ന് വിശാഖപട്ടണത്തിലേക്ക് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചു. ആന്ധ്രയുടെ തലസ്ഥാനം ആദ്യം അമരാവതിയിലായിരുന്നു, കൃഷ്ണ നദീതീരത്തായിരുന്നു. പക്ഷേ അതിനെ എവിടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു? വിശാഖപട്ടണത്തിലേക്ക് മാറ്റാൻ പോവാന്ന് ആരാ പറഞ്ഞേ? മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഡിജിറ്റൽ ബാങ്ക് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. ഇനി ഭരണഘടനാ സാക്ഷരതയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ലയായിട്ട് കൊല്ലത്തെ പ്രഖ്യാപിച്ചു. ഡേറ്റ് ജനുവരി 15 പ്രഖ്യാപനം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായിട്ട് കൊല്ലത്തെ പ്രഖ്യാപിച്ചത് ജനുവരി 15. വേറൊരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഇപ്പോൾ വ്യാഴം തന്നെയാണ്. വ്യാഴത്തിന്റെ സ്ഥാനം പോയിരുന്നു, പക്ഷെ വ്യാഴം തിരിച്ചു പിടിച്ചു. 92 ഉപഗ്രഹങ്ങളായിട്ടാണ് വ്യാഴം മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് 83 ഉപഗ്രഹങ്ങളുള്ള ശനി തൊട്ടു പിന്നിലുണ്ട്. 83 ഉപഗ്രഹങ്ങളുള്ള ശനി തൊട്ടു. അടുത്തത് ക്യൂരിയോസിറ്റി റോവറെ പറ്റിയാണ് പറയുന്നത്. ശതകോടി കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ വെള്ളം ഒഴുകിയിരുന്നതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തെളിവ് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തി. ജലപ്രവാഹം മൂലം ഗ്രഹോപരിതലത്തിലെ പാറകളിൽ തിരകൾ പോലുള്ള ഘടന രൂപപ്പെട്ടതാണ് കണ്ടെത്തിയത്. അപ്പോൾ ആരാണ് ക്യൂരിയോസിറ്റി റോവർ? നാസയുടെയാണ് ക്യൂരിയോസിറ്റി റോവർ. എന്താ കണ്ടുപിടിച്ചേ? ചൊവ്വയിൽ വെള്ളം ഒഴുകുന്നതിന്റെ തെളിവാണ് ക്യൂരിയോസിറ്റി റോവർ കണ്ടുപിടിച്ചത്. എങ്ങനെ കണ്ടുപിടിച്ചു? ജലപ്രവാഹം മൂലം ഗ്രഹോപരിതലത്തിലെ പാറകളിൽ തിരകൾ പോലുള്ള ഘടന രൂപപ്പെട്ടതാണ് ക്യൂരിയോസിറ്റി റോവർ കണ്ടുപിടിച്ചത്. ഇനി ആർട്ടമിസ് എന്താണ്? ആർട്ടമിസ് US ബഹിരാകാശ ഏജൻസി നാസയുടെ ചന്ദ്ര പദ്ധതിയായിട്ടുള്ള ആർട്ടമിസിന്റെ 2ാം ദൗത്യത്തിന്റെ സഞ്ചാരികളായിട്ട് ക്രിസ്റ്റീന കോക്ക്, ജെർമി ഹാൻസൺ, വിക്ടർ ഗ്ലോവർ, റീഡ് വൈസ്മാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. 2024 നവംബറിലാണ് ആർട്ടമിസ് 2 എന്ന ദൗത്യം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടമിസിന്റെ യാത്രികരായിരിക്കാണ്. അപ്പോൾ എന്താണ് ആർട്ടമിസ്? US ബഹിരാകാശ ഏജൻസി നാസയുടെ ചാന്ദ്ര ദൗത്യം അല്ലെങ്കിൽ ചാന്ദ്ര പദ്ധതിയാണ് ചന്ദ്രയാത്രാ പദ്ധതിയാണ് ആർട്ടമിസ്. ആർട്ടമിസിന്റെ 2ാം ദൗത്യമാണ് നടക്കാൻ പോകുന്നത്. 2024 നവംബറിലാണ് അത് നടക്കുക. സഞ്ചാരികൾ ആരൊക്കെയാണ്? ക്രിസ്റ്റീന കോക്ക്, ജെർമി ഹാൻസൺ, വിക്ടർ ഗ്ലോവർ, റീഡ് വെസ്മാൻ എന്നിവരാണ് ആർട്ടമിസിലെ 2ാം പദ്ധതിയിലെ യാത്രക്കാർ. ഇനി നാറ്റോയിൽ ഫിൻലാൻഡ്. നാറ്റോയെ സംബന്ധിച്ചിടത്തോളം നാറ്റോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോ. ഈ നാറ്റോയിൽ ഫിൻലൻഡ് പുതിയൊരു അംഗമായിട്ടുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോയിലെ 31ാമത്തെ അംഗരാജ്യമാണ് ഫിൻലാൻഡ്. തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. നാറ്റോയിലെ പുതിയ അംഗം ഏതാണ് അംഗരാജ്യം? ഫിൻലൻഡ് ആണ്. എത്രാമത്തെ അംഗമാണ്? 31ാമത്തെ അംഗമാണ്. ഇനി എക്സ് കോർപ്പറേഷൻ എന്താ? സമൂഹ മാധ്യമമായിട്ടുള്ള ട്വിറ്ററിന്റെ മാതൃസ്ഥാപനം ട്വിറ്റർ INCയുടെ ഔദ്യോഗിക നാമം എക്സ് കോർപ്പറേഷൻ എന്ന് മാറ്റി. ട്വിറ്ററിന്റെ നാമം എന്താക്കി? എക്സ് കോർപ്പറേഷൻ എന്ന് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാണ്? CPIക്ക് നഷ്ടമായി, NCPക്ക് നഷ്ടമായി, തൃണമൂൽ കോൺഗ്രസിന് നഷ്ടമായി. 3 പേർക്ക് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെട്ടു. CPIക്ക് നഷ്ടപ്പെട്ടു, NCPക്ക് നഷ്ടപ്പെട്ടു, തൃണമൂൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. ഇനി ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചു. ഡൽഹിയിലും പഞ്ചാബിലുമാണ് അധികാരത്തിലുള്ളത്. അവർക്ക് എന്ത് ലഭിച്ചു? ദേശീയ പാർട്ടി പദവി ലഭിച്ചു. ഇനി പത്തനംതിട്ടയിൽ ഐരൂർ ഗ്രാമത്തിന്റെ പേരൊന്നു മാറ്റി. എന്താക്കി? കഥകളി ഗ്രാമം എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കോവിഡിനെ തുടർന്ന് 2020 ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ആഗോള അടിയന്തരാവസ്ഥ മെയ് 5 പിൻവലിക്കുകയുണ്ടായി. WHO ഡയറക്ടറായിട്ടുള്ള ജനറൽ ടെഡ്രോസ് അഡാനമാണ് പിൻവലിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഓക്കെ, അപ്പം മെയ് 5 പിൻവലിച്ചു. നമ്മൾ ആഗോള അടിയന്തരാവസ്ഥ, ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു, അത് പിൻവലിക്കപ്പെട്ടു. ഇനി എന്താണ്
പസഫിക് കർമ്മ പദ്ധതി. പസഫിക് ദ്വീപുകൾക്കായിട്ട് ഇന്ത്യ 12 ഇന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. പപ്പുവ ന്യൂഗിനിയയിലെ പോർട്ട് മോസബിയിൽ ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. കുക്ക് ദ്വീപുകൾ, ഫിജി, കിരിബാത്തി, മാർഷൽ ഐലൻഡ് തുടങ്ങി 14 പസഫിക് ദ്വീപ് രാജ്യങ്ങൾക്കാണ് ഇന്ത്യ സഹായം പ്രഖ്യാപിച്ചത്. ജസ്റ്റ് അതെന്താണെന്ന് നോക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. ഇനി എന്താണ് ഗ്രാസ് റൂട്ട് ദിനം എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം PK ബാനർജിയുടെ ജന്മദിനം ഗ്രാസ് റൂട്ട് ദിനമായിട്ട് ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. ജൂൺ 23-നാണ് ബാനർജിയുടെ ജന്മദിനം. ഓക്കെ, താഴെ തട്ടിൽ നിന്ന് ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുക എന്ന പദ്ധതിയാണ് എന്ത് ഗ്രാസ് റൂട്ട് ദിനത്തിന്റെ ഉദ്ദേശം. അടുത്തത് ഗവേണൻസ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് മെയ് 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപനം നടത്തി. കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് മെയ് 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇനി കുടുംബശ്രീയെ പറ്റി നോക്കാം. കുടുംബശ്രീ രജത ജൂബിലി സമാപന സമ്മേളനത്തിൽ മെയ് 17 കുടുംബശ്രീ ദിനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. അപ്പോൾ മെയ് 17 എന്താണ്? അത് കുടുംബശ്രീ ദിനമാണ്. 1998 മെയ് 17-നാണ് കുടുംബശ്രീക്ക് തുടക്കമിട്ടെന്ന് നമുക്കറിയാം. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം, അതാണ് എന്ത് കുടുംബശ്രീയുടെ മുദ്രാഗീതമായിട്ട് പ്രഖ്യാപിച്ചത്. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം, മറക്കല്ലേ, ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം എന്നുള്ളത് ഏതിന്റെ മുദ്രാഗീതമാണ്? കുടുംബശ്രീയുടെ മുദ്രാഗീതമാണ്. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 26 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിക്ക് ഇന്ത്യ INDIA എന്ന് പേരിട്ടു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നതിന്റെ ചുരുക്കെഴുത്താണിത്. എന്ത്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ഇന്ത്യ. എന്താണ്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നതിന്റെ ചുരുക്കെഴുത്ത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 26 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിയാണെന്ത്? ഇന്ത്യ എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ദേശീയ ബഹിരാകാശ ദിനം. ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്ക് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും ചന്ദ്രയാൻ 2 തകർന്നു വീണ സ്ഥലം തിരങ്ക എന്നും അറിയപ്പെടുന്നു. ആ രണ്ടു പേരും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഓഗസ്റ്റ് 23 ഡേറ്റും ഓർത്തു വെക്കണം. 2030 ഫിഫ ലോകകപ്പിനെ പറ്റി ചെറിയൊരു നോട്ട് നോക്കാം. 2030 ഫിഫയാണ്. ഫുട്ബോൾ ലോകകപ്പിന്റെ ശതാബ്ദി പതിപ്പായിട്ടുള്ള 2030 ഫിഫ ലോകകപ്പിന് 6 രാജ്യങ്ങളാണ് വേദിയാവുക. ഏതൊക്കെയാണ് 6 രാജ്യങ്ങൾ? യൂറോപ്പുണ്ട്, ആഫ്രിക്കയുണ്ട്, ദക്ഷിണ അമേരിക്കയുണ്ട് എന്നീ 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് അർജന്റീന, യുറുഗ്വായ്, പാരഗ്വായ്, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവിടങ്ങളിലാണ് ലോകകപ്പ്. എന്താണ്? ഫുട്ബോൾ ലോകകപ്പിന്റെ ശതാബ്ദി പതിപ്പായിട്ടുള്ള 2030 ഫിഫ ലോകകപ്പിന് 3 രാജ്യങ്ങളാണ് വേദിയാവുക. യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് അർജന്റീന, യുറുഗ്വായ്, പാരഗ്വായ്, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവിടങ്ങളിലാണ് ലോകകപ്പ് നടക്കുന്നത്. 2030 ഫിഫ ലോകകപ്പാണെന്ന് ഓർമ്മ വേണം. ഇനി വനിതാ സംവരണ ബില്ലിനെ പറ്റിയാണ്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ സെപ്റ്റംബർ 29-ന് വിജ്ഞാപനം ചെയ്തു. ഭരണഘടനയുടെ 106-ാം ഭേദഗതിയാണിത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. 3 കാര്യങ്ങൾ ഓർക്കുക. 33% സീറ്റ് റിസർവേഷനാണ്. ലോകസഭയിലും നിയമസഭയിലുമുണ്ട്, രാജ്യസഭയിലില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി സെപ്റ്റംബർ 29-നാണ് വിജ്ഞാപനം ചെയ്തത്. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നാരിശക്തി വന്ദൻ അധിനിയം ബില്ല് സഭയിൽ അവതരിപ്പിച്ചതെന്നും ഓർത്തുവെക്കാം. ഇനി ശാന്തി നികേതന്റെ പ്രത്യേകത എന്താണ്? മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ബംഗാളിലെ വിഖ്യാത സർവകലാശാല കേന്ദ്രമായിട്ടുള്ള ശാന്തി നികേതൻ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ആര്? രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചിട്ടുള്ള ബംഗാളിലെ വിഖ്യാത സർവകലാശാലയായിട്ടുള്ള ശാന്തി നികേതൻ. സൗദി അറേബ്യയിൽ ചേർന്ന യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ 45-ാം സെഷനിലാണ് ഈ പ്രഖ്യാപനം നടന്നത്. ഇനി ഒരു പൈതൃക സ്മാരകമായിട്ട് നിലവിൽ വന്നു. കർണാടക ഹസൻബേലൂരിലെ ചന്നകേശവ, ഹാലേബീഡുവിലെ ഹൊയ്സാലേശ്വര, മൈസൂരു സോമനാഥപുരത്തെ കേശവ എന്നീ 3 ക്ഷേത്രങ്ങൾക്ക് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പദവിയാണ് ലഭിച്ചത്. ആ 3 സ്ഥലങ്ങളും ഓർത്തുവെക്കാം.
പശ്ചിമഘട്ട മേഖലയായിട്ടുള്ള മലനാട് ഭരിച്ചിരുന്ന ഹൊയ്സാല രാജാക്കന്മാരാണ് ഇവ നിർമ്മിച്ചതെന്നും ഓർത്തുവെക്കുക. 2018 നമ്മുടെ ഓസ്കാർ എൻട്രി. കേരളത്തിന്റെ പ്രളയം പശ്ചാത്തലമാക്കി ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ മലയാളം സിനിമ 2018 ഓസ്കാർ വിദേശ ഭാഷാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു. നമുക്കറിയാലോ, അത് എക്സാമിന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരു എന്ന സിനിമ 1997 ഒരു എൻട്രി ആയിരുന്നു. ആദമിന്റെ മകൻ അബു 2011 എൻട്രി ആയിരുന്നു. 2020 ജല്ലിക്കെട്ടാണ് വന്നത്. എന്നിവയാണ് മുൻപ് ഓസ്കാറിൽ ഇന്ത്യൻ എൻട്രി ആയിട്ടുള്ള മലയാള സിനിമകൾ. 3 എണ്ണം മുന്നേ വന്നിട്ടുണ്ട്. 97 ഗുരു, 2011 ആദമിന്റെ മകൻ അബു, 2020 ജല്ലിക്കെട്ട്, ശേഷം ഇപ്പോൾ വന്നിട്ടുള്ളത് 2018 സിനിമയാണ്. ഇടുക്കി ജില്ലേനെ പറ്റിയിട്ടൊരു അപ്ഡേറ്റ് ആണ്. കേരളത്തിൽ ജില്ലകളിൽ വലുപ്പത്തിൽ ഇടുക്കി 1ാം സ്ഥാനത്തെത്തി. അത് ചോദിച്ചു. 2ാം സ്ഥാനം പാലക്കാടിനാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന ഇടമലക്കുടി വില്ലേജിലേക്ക് ചേർത്തതോടെയാണ് ഇടുക്കി ജില്ല വലിയ ജില്ലയായത്. അപ്പോൾ ഇടമലക്കുടിയാണ് ചേർത്തത് എന്നുള്ളത് ഓർത്തു വെക്കുക. അത് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു. ആ ഇടമലക്കുടി ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഇടുക്കി ജില്ലയാണ് സ്ഥാനത്തിൽ ഏറ്റവും വലുത് എന്നുള്ളത് ഓർത്തു വെക്കുക. അത് ചോദിച്ചു കേട്ടോ, 2-3 എക്സാമിന് ചോദിച്ചു. ഇനി ഒളിമ്പിക്സിന്റെ ഇനങ്ങളാണ്. 2020 ക്രിക്കറ്റ് ഏതൊക്കെയാ? പുതിയ വന്ന ഇനങ്ങളാണ്. 2020 ക്രിക്കറ്റ്, ഫ്ലാഗ് ഫുട്ബോള്, ലക്രോസ്, സ്ക്വാഷ്, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ എന്നിവയെ 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മുതൽ ഉൾപ്പെടുത്താൻ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അനുമതി നൽകി. ഇപ്പൊ നടക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിലല്ല, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ മുതൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ആ ഐറ്റം ഏതൊക്കെയാന്ന് ഓർത്ത് വെക്കണേ. 2020 ക്രിക്കറ്റ് വരുന്നുണ്ട്, ഫ്ലാഗ് ഫുട്ബോൾ വരുന്നുണ്ട്, ലക്രോസ് വരുന്നുണ്ട്, സ്ക്വാഷ് വരുന്നുണ്ട്, ബേസ്ബോൾ വരുന്നുണ്ട്, സോഫ്റ്റ് ബോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് 2028 നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിയും മധ്യപ്രദേശിലെ ഗ്വാളിയോറിന് സംഗീത നഗര പദവിയും ലഭിച്ചു. കോഴിക്കോടിന് എന്താ ലഭിച്ചേ? സാഹിത്യ നഗര പദവി. മധ്യപ്രദേശിലെ ഗ്വാളിയോറിന് എന്താ ലഭിച്ചേ? സംഗീത നഗര പദവിയും ലഭിച്ചു. യുനെസ്കോ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. അടുത്തത് CTBT പിന്മാറ്റം. ഒന്നുമില്ല, ജസ്റ്റ് നോട്ടാണ്. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ നിന്ന് റഷ്യ നവംബർ 2 പിന്മാറി. അത്ര സിമ്പിൾ അല്ല, എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ നിന്ന് ആരാണ് പിന്മാറിയത്? റഷ്യ പിന്മാറി. ഉടമ്പടിക്ക് രാജ്യം നൽകിയ അംഗീകാരം പിൻവലിക്കുന്ന ബില്ലിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചു. അപ്പൊ നമ്മൾ പേടിക്കണം അല്ലേ? എന്തെന്നാ പിന്മാറിയത്? ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ നിന്ന് റഷ്യ പിന്മാറുകയാണ് ചെയ്തത്. പേടിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. ആലപ്പുഴയിലെ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തു. നവംബർ 17 സംസ്ഥാന കൃഷി മന്ത്രിയായിട്ടുള്ള P. പ്രസാദാണ് പ്രഖ്യാപനം നടത്തിയത്. മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാ? ആലപ്പുഴയിലാണ്. അതിന്റെ പേര് എന്തായിട്ട് മാറ്റി? MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർന്നിട്ടില്ല. 2023 ഒരു ഇയർ എൻഡ് റിവ്യൂ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും, പക്ഷെ മൈൻഡ് ആക്കണ്ട. നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരിക. റാങ്ക് ലിസ്റ്റിൽ പിന്നിൽ വന്നിട്ടും കാര്യമില്ല. റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.